ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരണ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷത്തോടെ ചില കാര്യങ്ങൾ ഇറങ്ങാൻ വേണ്ടി മുന്നോട്ടിറങ്ങും. പക്ഷേ ചില സമയം നമ്മളത് പിന്നോട്ട് പോകാനിടയുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ചില സമയം നമ്മളെ മടിയായിരിക്കും, ചില സമയം നമ്മളെ ആൾക്കാർ കളിയാക്കും, നമ്മൾ ഒറ്റപ്പെടുത്തും. ചില ആൾക്കാർ പറയും ജീവിതത്തിൽ അങ്ങനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമുക്ക് കഴിവുകൾ വേണം, അല്ലെങ്കിൽ കുറച്ചധികം ഭാഗ്യം വേണമെന്നൊക്കെ. അങ്ങനെയല്ല, ജീവിതത്തിൽ കഠിന അധ്വാനം കൊണ്ട് മാത്രം ജയിച്ച ഒരു വ്യക്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ തോമസ് ആൽവ എഡിസൺ ആണ് കേട്ടോ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയത്തിന് കാരണം എൻ്റെ 1% കഴിവും 99% കഠിനാധ്വാനവുമാണ്. അത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു ബൾബ് കണ്ടുപിടിക്കാനായിട്ട് 10,000 പരീക്ഷണങ്ങൾ നടത്തി. അതിലെല്ലാം അദ്ദേഹം തോറ്റുപോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഫലം ലഭിക്കാത്ത 10,000 പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയെന്ന് മാത്രമാണ് കേട്ടോ. അദ്ദേഹം രാത്രികാലങ്ങളിലൊക്കെ ജോലി ചെയ്തു. അതുപോലെ അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം പോലും അദ്ദേഹം റെസ്റ്റ് എടുത്തിരുന്നില്ല. തൻ്റെ 65-ാം വയസ്സിൽ പോലും അദ്ദേഹം മുഴുവൻ സമയം പരീക്ഷണങ്ങളിൽ മുഴുകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൻ്റെ 13-ാം വയസ്സിലാണ് അദ്ദേഹം ട്രെയിനിലൊക്കെ പോയിട്ട് മിഠായി പച്ചക്കറിയൊക്കെ വിറ്റ് കിട്ടുന്ന ആ പൈസ കൊണ്ടാണ് ചെറിയൊരു പരീക്ഷണശാല സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഒരു ടെലഗ്രാഫറായിട്ട് ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹം പരീക്ഷണശാല സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ മുഴുവൻ സമയം രാത്രി സമയങ്ങളിൽ ജോലി ചെയ്യുകയും പകൽ സമയങ്ങളിൽ പഠനങ്ങളിൽ മുഴുകുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഠിന അധ്വാനത്തിന് എത്രത്തോളം വിലയുണ്ടെന്ന്. കുറേ അധികം പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടിട്ടും അവിടെ വെച്ച് അദ്ദേഹത്തിന് നിർത്താമായിരുന്നു. അദ്ദേഹം നിർത്തിയില്ല. തൻ്റെ ജീവിതത്തിൽ വിജയിക്കുമെന്ന ദൃഢമായ മനഃശക്തിയാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പേര് നമ്മൾ നെഗറ്റീവൊക്കെ പറയും, നമ്മളെ തോൽപ്പിക്കാൻ വരും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് എൻ്റെ കയ്യിലെത്തുക, അത് എനിക്ക് കിട്ടിയ ചിലപ്പോൾ കുറച്ച് താമസം എടുത്തേക്കും. പക്ഷേ എന്നാലും നമ്മുടെ ദൃഢമായ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.